നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ഒരു പൊസിഷൻ ചെക്ക്മേറ്റ് ചെയ്യുന്നതിന് വൈറ്റ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ചെക്ക്മേറ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ബ്ലാക്കിൻ്റെ ക്യൂനും ബിഷപ്പും നൈറ്റും E8-ലിരിക്കുന്ന റൂക്കും F7-ലിരിക്കുന്ന പോണും ഉപയോഗിച്ചുകൊണ്ട് ഈ പൊസിഷനിൽ ചെക്ക്മേറ്റ് ഡിഫെൻഡ് ചെയ്യുവാനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കില്ല. മാത്രമല്ല ബിഷപ്പും ക്യൂനും ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിന് ഒരു ചെക്ക്മേറ്റ് നൽകുവാനുള്ള സാധ്യതയും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നാൽ വൈറ്റിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ D1-ലിരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെസ് ബോർഡിൻ്റെ ക്യൂൻ സൈഡിലേക്ക് കിങ് വരുന്നത് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. ബിഷപ്പും ക്യൂനും പോണുകളും ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനുമാണ് ഇപ്പോൾ വൈറ്റിനുള്ളത്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ആദ്യം ബ്ലാക്കിൻ്റെ മൂവായിരുന്നു. ഈ പൊസിഷനിലെ ഫസ്റ്റ് മൂവ് വൈറ്റിൻ്റെതായിരുന്നുവെങ്കിൽ ക്യൂൻ H8 ചെക്ക്മേറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ ബ്ലാക്കിൻ്റെ മൂവായിരുന്നു. അതുകൊണ്ട് നൈറ്റ് G6 എന്നൊരു നീക്കം നടത്തിക്കൊണ്ട് H8 എന്ന സ്ക്വയർ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ബിഷപ്പ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിൻ്റെ മുൻപിലോട്ടുള്ള നീക്കം തടസ്സപ്പെടുത്തുകയോ ചെയ്യാം. ഈ പൊസിഷനിൽ നൈറ്റ് G6 എന്ന നീക്കം നടത്തുകയായിരുന്നുവെങ്കിൽ റൂക്ക് D4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബിഷപ്പിനെ ആക്രമിക്കുകയും ബിഷപ്പ് മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്ന സമയത്ത് റൂക്ക് G4 അല്ലെങ്കിൽ റൂക്ക് H4 എന്നീ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ കിങ് സൈഡിലേക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുവാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ബ്ലാക്ക് ബിഷപ്പ് H7 എന്ന നീക്കം നടത്തിക്കൊണ്ട് ക്യൂനിൻ്റെ മുൻപിലോട്ടുള്ള നീക്കത്തെ തടസ്സപ്പെടുത്തുന്നു. ബിഷപ്പ് H7. അടുത്തതായി നൈറ്റ് F5 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ക്യൂനിനെയോ അല്ലെങ്കിൽ ബിഷപ്പിനെയോ നൈറ്റ് ഉപയോഗിച്ച് വെട്ടിയെടുക്കാം എന്നാണ് ബ്ലാക്ക് പ്ലാൻ ചെയ്യുന്നത്. ബിഷപ്പ് E5. ബിഷപ്പ് E5 എന്ന നീക്കം നടത്തുമ്പോൾ തന്നെ ബ്ലാക്ക് റിസൈൻ ചെയ്യുന്നു. എന്നാൽ നമുക്ക് തുടർന്ന് വരുന്ന നീക്കങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാം. നൈറ്റ് F5. നൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂവിനെ ആക്രമിക്കുന്നു. ക്യൂൻ F6. ക്യൂൻ F6 എന്ന നീക്കത്തോടു കൂടി ക്യൂൻ H8 ചെക്ക് എന്ന തടസ്സപ്പെടുത്താൻ കഴിയാത്ത ഒരു നീക്കം വൈറ്റിന് ലഭിക്കുന്നു. കിങ് F8. ഇത് മനസ്സിലാക്കിയ ബ്ലാക്ക് കിങ്ങിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തുന്നു. G4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെ ആക്രമിക്കുന്നു. ക്യൂൻ F3. ഇനി ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് ക്യൂ ക്രോസ് G4 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുമോ എന്നാണ്. പോൺ H3 എന്ന നീക്കം നടത്തിക്കൊണ്ട് വൈറ്റിൻ്റെ G4-ലിരിക്കുന്ന പോണിനെ സംരക്ഷിക്കുന്നു. ക്യൂൻ ക്രോസ് H3. ഇനി വൈറ്റിന് എന്തെങ്കിലും പിഴവ് സംഭവിക്കുകയാണെങ്കിൽ ബ്ലാക്ക് വിജയിക്കുകയോ അല്ലെങ്കിൽ ഒരു സമനില ഉണ്ടാക്കിയെടുക്കുവാനോ ബ്ലാക്കിന് സാധിക്കും. ക്യൂൻ H8 പ്ലസ് കിങ് ഉപയോഗിച്ച് E7 എന്ന നീക്കം നടത്തുകയാണെങ്കിൽ ബിഷപ്പ് F6 പ്ലസ് ചെക്ക്മേറ്റ് ആണ്. ബിഷപ്പ് G8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. ഈ സമയത്ത് ബ്ലാക്കിൻ്റെ ക്യൂൻ നഷ്ടപ്പെടുന്നു. ക്യൂൻ ക്രോസ് H3. G4-ലിരിക്കുന്ന പോൺ ഉപയോഗിച്ചുകൊണ്ട് നൈറ്റ് ആക്രമണത്തിലാണ്. നൈറ്റിനെ മറ്റൊരു സ്ക്വയറിലേക്ക് നീക്കം നടത്തിയില്ല എങ്കിൽ ഇപ്പോൾ നൈറ്റ് ബ്ലാക്കിന് നഷ്ടപ്പെടും. നൈറ്റ് G7. ക്യൂൻ H6. G7-ൽ ഇരിക്കുന്ന നൈറ്റിനെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് പിൻ ചെയ്യുന്നു. നിലവിൽ ബിഷപ്പ് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റ് ആക്രമണത്തിലാണ്. റൂക്ക് D8. ബ്ലാക്കിൻ്റെ കിങ്ങിന് ഒരു നീക്കം നടത്തുവാനുള്ള സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുന്നു. ക്യൂ ക്രോസ് G7 പ്ലസ് കിങ് E8. ബ്ലാക്ക് ഉദ്ദേശിക്കുന്നത് റൂക്ക് D5 എന്ന നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിന് രക്ഷപ്പെട്ടു പോകുവാനുള്ള വഴി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ക്യൂ ക്രോസ് G8 പ്ലസ് കിങ് E7. ക്യൂൻ G5 പ്ലസ് കിങ് E8. ബിഷപ്പ് F6. ബിഷപ്പും ക്യൂനും റൂക്കും ഉപയോഗിച്ചുകൊണ്ട് D8-ലിരിക്കുന്ന റൂക്കിനെ ആക്രമിക്കുന്നു.
മാത്രമല്ല ഒരു ചെക്ക് മേറ്റിനുള്ള സാധ്യത ഉണ്ടാക്കിയെടുക്കുക കൂടി ചെയ്യുന്നു. റൂ ക്രോസ് D1 പ്ലസ് റൂ ക്രോസ് D1. റൂക്കിനെ വെട്ടിയെടുത്തുകൊണ്ട് നിഷ്പ്രയാസം വൈറ്റ് ചെക്ക് മാറ്റുകയും D5 നിയന്ത്രണം സ്വന്തമാക്കുകയും ചെയ്യുന്നു. കിങ് F8, ക്യൂൻ G7 പ്ലസ് കിങ് E8, ക്യൂൻ G8 പ്ലസ് ചെക്ക് മേറ്റ്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.